ഒക്കെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ചിലതൊക്കെ പറയാതെ വയ്യ. ബിരിയാണിയിൽ കോഴിക്കാല് തേടിപ്പോയവരൊക്കെ മലയിറങ്ങി. എന്നാൽ മനുഷ്യജീവൻ തേടിപ്പോയവരൊക്കെ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ഡിവൈഎഫ്ഐനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. തുടക്കം മുതൽ ഈ സമയം വരെ ഡിവൈഎഫ്ഐ ആ വയനാടിലെ ദുരന്ത ഭൂമിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനം സമാനതകളില്ലാത്തൊരു രക്ഷാപ്രവർത്തനമാണ്. വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ്. അവിടെ യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ മറ്റുള്ള യുവജന സംഘടനകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഓരോ ദിവസം കഴിയും തോറും എണ്ണം കുറഞ്ഞു വരുന്ന കാഴ്ചയാണ് കാണുന്നതെങ്കിൽ ഈ 10ാം ദിവസവും ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ വലിയൊരു ഒഴുക്ക് തന്നെയാണ് നമുക്ക് ആ ദുരന്ത ഭൂമിയിൽ കാണാൻ സാധിക്കുന്നത്. ഒരു ഫോട്ടോഷൂട്ട് നടത്താനോ അല്ലെങ്കിൽ ഒരു കുറ്റം പറയാനോ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഒന്നുമല്ല ഡിവൈഎഫ്ഐ അങ്ങോട്ട് പോയത്. എന്നാൽ മറ്റുള്ള യൂത്ത് കോൺഗ്രസിനേക്ക് ഒന്ന് കാണും. യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു മുതലെടുപ്പ് രാഷ്ട്രീയം കളിക്കുന്ന കളി നമ്മൾ കണ്ടില്ലേ? സർക്കാർ കൊടുക്കാത്ത ബ്രെഡ് കൊടുത്തുവെന്നും അതിൽ പൂപ്പലുണ്ടായിരുന്നുവെന്നൊക്കെ വ്യാജ പ്രചരണം നടത്തുക. പിന്നീട് അവിടെ ഈ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രിമാർക്കെതിരെ രാഷ്ട്രീയപരമായിട്ടുള്ള ചില നട്ടാൽ കുരുക്കാത്ത ചില ആരോപണങ്ങൾ ഉന്നയിക്കുക. അങ്ങനെ യൂത്ത് കോൺഗ്രസ് ദുരന്ത ഭൂമിയിൽ വലിയൊരു ദുരന്തമായി മാറുന്ന അങ്ങനെ ഒരു മാറ്റുന്ന കാഴ്ച ഈ അധ്യക്ഷന്റെ ഭാഗത്ത് നിന്ന്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നമ്മൾ കണ്ടെങ്കിൽ, എന്നാൽ ഒരു ദുരന്ത ഭൂമിയിൽ എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ വേണം മനുഷ്യനായിട്ട് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങാൻ എന്നൊക്കെ ഡിവൈഎഫ്ഐ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. നമുക്കറിയാം ഈ സംഭവം ഉണ്ടായി ഇത് പുറം ലോകമറിഞ്ഞ് മിനിറ്റുകൾ കഴിഞ്ഞില്ല നമ്മുടെ ഗോവിന്ദൻ മാഷ് ഒരു പ്രഖ്യാപനം നടത്തുന്നു. എല്ലാ CPM പ്രവർത്തകരും എല്ലാം CPM അനുഭാവികളും ഈ ദുരന്തമുഖത്തേക്ക് സന്നദ്ധ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങണം എന്ന് പറയും. അപ്പോൾ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ, SFI പ്രവർത്തകർ, അതിന് ഇവരുടെയൊക്കെ ഔദ്യോഗികമായിട്ട് ഡിവൈഎഫ്ഐയുടെ VK സനോജ് ആണെങ്കിലും SFIയുടെ ആഷോ ആണെങ്കിലും ഒക്കെ പോസ്റ്റ് ഇടുകയാണ്. എല്ലാവരും ഈ ദുരന്ത ഭൂമിയിൽ രക്ഷാപ്രവർത്തനത്തിന് വരണം എന്ന് പറയുകയാണ്. ഡിവൈഎഫ്ഐക്കാർ അങ്ങോട്ട് ഒഴുകിയെത്തുന്നു. പിന്നീട് നമ്മൾ എന്താണ് കാണുന്നത്? അതായത് മൃതദേഹമൊക്കെ സ്വന്തം മുണ്ടഴിച്ച് ആ മുണ്ടിൽ പൊതിഞ്ഞ് മൃതദേഹം കൊണ്ടുവരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരെ നമ്മൾ കണ്ടില്ലേ? ആ അതിദുർഘടമായ സ്ഥലത്തേക്ക് മൃതദേഹങ്ങൾ തേടി, മനുഷ്യജീവനുകൾ തേടി അവർ ഇറങ്ങിത്തിരിച്ച ആ കാഴ്ചകൾ വളരെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെയൊക്കെ അതിശയിപ്പിക്കുന്നത് തന്നെയായിരുന്നു. സ്വന്തം ജീവൻ പോലും നോക്കാതെയാണ് അവർ അതിലേക്ക് എടുത്തിയാടുന്നത്. മുണ്ടക്കയിൽ നമ്മളൊരു കാഴ്ച കണ്ടല്ലോ, അതായത് ഒരു പാതിരാത്രിയിൽ കലുങ്കിനകത്ത് ഏതെങ്കിലും മനുഷ്യൻ കുടുങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കാൻ അതിനകത്തേക്ക് സൈന്യം പോലും കയറാത്ത സാഹചര്യത്തിൽ ഇവർ അതിനകത്തേക്ക് കയറി, ഒരു 4 ഡിവൈഎഫ്ഐ പ്രവർത്തകർ അതിനകത്ത് കയറി മനുഷ്യനുണ്ടോ എന്ന് അന്വേഷിച്ച ഒരു കാഴ്ച നമ്മളെയൊക്കെ സത്യത്തിൽ കണ്ണു നിറപ്പിച്ച ഒരു കാഴ്ചയാണ്. അതായത് അവർ അതിനകത്ത് പെട്ട് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുപോലും അവർ ചിന്തിക്കുന്നില്ല. പക്ഷേ അവിടെ അവരുടെ ചിന്ത അവിടെ ഒരു മനുഷ്യജീവനുണ്ടെങ്കിൽ ആ മനുഷ്യജീവനെ രക്ഷിക്കുക എന്നത് മാത്രമാണ്. എന്തായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് 25ഓളം വീടുകൾ ഡിവൈഎഫ്ഐ പണിതു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല 25 വീടല്ല, അതിൽ കൂടുതൽ പണിയണമെങ്കിൽ പണിയാം എന്നുകൂടി ഡിവൈഎഫ്ഐ പറഞ്ഞിരിക്കുകയാണ്. അതിനുവേണ്ടി എന്തൊക്കെയാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അവർ നാട്ടിൽ, അതായത് ആക്രി വിറ്റ് കിട്ടുന്ന പൈസ അതിനുവേണ്ടി സമാഹരിക്കുന്നു. അതുപോലെ തന്നെ ചിലയിടത്ത് അച്ചാർ വിൽപ്പന, ചിലയിടത്ത് ചായക്കട ഇട്ടിരിക്കുന്നു, ചിലയിടങ്ങളിൽ തടി പിടിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ച കാണുന്നു. അതുപോലെ തന്നെ ബസ്സുകൾ എടുത്തിട്ട് ആ ബസ് ഓടിച്ച് കിട്ടുന്ന വരുമാനം മുഴുവനും അതിലേക്ക് ഇടുന്നു. അങ്ങനെ ഓരോ രീതിയിലും എങ്ങനെ ആ വീടുകൾ അവർക്ക് അവിടെ നിർമ്മിക്കാൻ കഴിയും, എങ്ങനെ കൊടുത്ത വാഗ്ദാനം നിറവേറ്റാൻ കഴിയും എന്ന് അവർ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഒരു വലിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തുന്ന ഒരു പോരാട്ടമുണ്ട്. അതൊക്കെ നമുക്ക് സത്യത്തിൽ ഒരുപാട് അവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുത്താൽ മതിയാവില്ല. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വിശേഷിപ്പിക്കാനുണ്ടെങ്കിൽ അത് തന്നെ വിശേഷിപ്പിക്കണം. മാത്രവുമല്ല ഈ സ്ഥലങ്ങളിൽ കാണുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ടല്ലോ, പല രീതിയിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ കേന്ദ്രത്തിൽ നിന്നാണെങ്കിൽ അങ്ങനെ ഉയരുന്നു, കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ അങ്ങനെ ഉയരുന്നു. അങ്ങനെയൊക്കെ ഉയരുമ്പോഴും യുവജന സംഘടനയായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് പോലും അത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈ ഒരു ദുരന്ത ഭൂമിയിൽ ഒരു രാഷ്ട്രീയവാദം ഉണ്ടാക്കാനായിട്ട് ശ്രമം നടത്തുമ്പോഴും എത്ര പക്വതയോടുകൂടിയാണ് ഡിവൈഎഫ്ഐ അതിനെ കൈകാര്യം ചെയ്യുന്നത്. അതിനൊരു മറുപടി കൊടുത്തുകൊണ്ട് വീണ്ടും അത് ആളിക്കത്തിക്കാനോ അല്ലെങ്കിൽ മറുപടിയുടെ പുറത്തൊരു മറുപടിയായിട്ട് അതൊരു വലിയൊരു പ്രശ്നമാക്കാനൊന്നും അവർ ശ്രമം നടത്തുന്നില്ല. എല്ലായിടങ്ങളിലും മാതൃകയാവുകയാണ്. ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ അങ്ങ് കേൾക്കാതെ അതിന് ഒരു ചെവി കൊടുക്കാതെ ഡിവൈഎഫ്ഐ ആ ദുരന്തമുഖത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടങ്ങളിലേക്കും ഇവർ ഇറങ്ങിത്തിരിക്കുന്നു. എല്ലാ രീതിയിലുള്ള സഹായങ്ങൾ വാഗ്ദാനം നൽകാൻ വേണ്ടിയൊക്കെ ഇറങ്ങിത്തിരിക്കുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് രമേശ് ചെന്നിത്തലയൊക്കെ, നമുക്കറിയാമല്ലോ യൂത്ത് കോൺഗ്രസിൻ്റെ അവിടെ സമ്മേളനം കാസർഗോഡ് നടന്നപ്പോൾ എന്താണ് പറഞ്ഞത്? അതായത് ഡിവൈഎഫ്ഐനെ മാതൃകയാക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിൻ്റെ അടുത്ത് പറഞ്ഞത്. കോവിഡ് സിറ്റുവേഷനിലൊക്കെ അവർ നടത്തിയ പ്രവർത്തനങ്ങൾ ഏറെ മികച്ചതാണ്. ഒപ്പം ആശുപത്രിയിലൊക്കെ അവർ പൊതിച്ചോറ് കൊണ്ടുപോയി കൊടുക്കുന്ന ഹൃദയപൂർവ്വം പദ്ധതി അതൊക്കെ മാതൃകാപരമാണ് എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് രമേശ് ചെന്നിത്തല. അതായത് യൂത്ത് കോൺഗ്രസ് കോവിഡ് സമയത്ത് നടത്തിയ യൂത്ത് കെയർ ഉണ്ടായിരുന്നില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇതുപോലെ സമാനമായിട്ടുള്ള പ്രതികരണം ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് ആയിട്ടുള്ള K. സുധാകരനും രേഖപ്പെടുത്തിയിട്ടുണ്ട്, പറഞ്ഞിട്ടുള്ളതാണ്.
അപ്പോൾ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനം ഇത്തരം ദുരന്ത ഘട്ടങ്ങളിൽ, ഇത്തരം ദുർഘട ഘട്ടങ്ങളിൽ, ദുരന്തങ്ങളിൽ എങ്ങനെയാണ് കരുതലായി മാറുന്നത് എന്ന് നമ്മളെ കാണിച്ചു തരികയാണ്. ഇത് തന്നെയാണ് നമ്മൾ പലപ്പോഴും പറയാറ്. മഴയൊന്ന് കനത്താൽ വീടിനടുത്തുള്ള ഒരു ഡിവൈഎഫ്ഐക്കാരൻ്റെ നമ്പർ മേടിച്ച് കയ്യിൽ പിടിച്ച് അത്രയും നല്ലതാണ്. കാരണം വിളിച്ചാൽ അവർ സ്വന്തം ജീവൻ പോലും നോക്കാതെ ഓടിയെത്തും എന്ന് നമുക്ക് ഉറപ്പാണെന്ന്. അങ്ങനെ നമ്മളെ കാണിച്ചു തന്നിരിക്കുന്ന നിരവധി സംഭവങ്ങൾ നമ്മുടെ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് അവരെ വിളിക്കാം. ആ സൈന്യം എന്തായാലും ഓടിയെത്തും, ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മാത്രമല്ല, നമ്മളെ ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയോ? അതായത് ഇത്തരത്തിൽ ഇതൊന്നും ഒരു പ്രൊമോട്ട് ചെയ്യുന്നില്ല, ഒരു പ്രൊമോഷനും നടത്തുന്നില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഫോട്ടോഷൂട്ട് നടത്തി ഫേസ്ബുക്കിലിട്ട് ഇത് ഞങ്ങൾ ഇതൊക്കെ ചെയ്തു എന്ന് കാണിക്കാനായിട്ട് ഇവരൊന്നും തന്നെ ചെയ്യുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു ഡിവൈഎഫ്ഐനെ ഇല്ലാതാക്കാൻ വേണ്ടി മാധ്യമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു വലിയ എന്താ പറയുക, ഒരു കുപ്രചരണം ഉണ്ടായിരുന്നു. ഡിവൈഎഫ്ഐയുടെ രക്ഷാപ്രവർത്തനത്തെ ഒരു വല്ലാത്ത രീതിയിൽ ബടക്കാക്കിക്കൊണ്ടൊക്കെ ഇവർ നേരത്തെ, ഇപ്പോഴൊന്നുമല്ല, നവകേരള സദസ്സുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചില കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. അന്ന് എന്താണ് ഡിവൈഎഫ്ഐ ചെയ്തത്? അതായത് ബസ്സിന്റെ മുമ്പിലേക്ക് എടുത്തു ചാടി ജീവൻ കളഞ്ഞ് അവിടെ ഒരു ചാവേറാകാൻ നോക്കി നിന്ന ആളുകളെയൊക്കെ പിടിച്ചു മാറ്റുകയല്ലേ ചെയ്തത്. അതിനെ മറ്റൊരു രീതിയിൽ ചിത്രീകരിച്ച് അതിനെ ഈ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയും ഇടിയുമാണ്, ഡിവൈഎഫ്ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണ് എന്നൊക്കെ വരുത്തി തീർക്കാനൊരു ശ്രമം കൂടി നടത്തിയിരുന്നു. ഇതേ മാധ്യമങ്ങൾ ഇപ്പോൾ തിരുത്തി പറയുന്നു ഡിവൈഎഫ്ഐയുടെ രക്ഷാപ്രവർത്തനം മാതൃകാപരമാണ്. ഡിവൈഎഫ്ഐ ഈ വയനാട് ദുരന്ത ഭൂമിയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളാണ്, അവരെ ഏത് രീതിയിൽ വിശേഷിപ്പിക്കണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് തിരുത്തി പറയുന്നു. അതങ്ങനെയാണ്. നമുക്ക് ഒരു സത്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്താം, വേണമെങ്കിൽ മൂടി വയ്ക്കാം, പക്ഷേ ഒരു നാൾ അത് പുറത്തു വരിക തന്നെ ചെയ്യും. അപ്പോൾ തിരുത്തി പറഞ്ഞേ മതിയാകൂ. സത്യം നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ ഇങ്ങനെ പുറത്തു വരുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ അത് ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് നൽകുന്നൊരു കരുത്തുണ്ട്. അതൊരു വലിയൊരു കരുത്ത് തന്നെയാണ്. അന്ന് നിങ്ങൾ ഇത്തരത്തിൽ ഈ ഡിവൈഎഫ്ഐനെ വേട്ടയാടിയപ്പോൾ പോലും ഡിവൈഎഫ്ഐ ഇതിനെതിരെ മറുപടി പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അതിനെതിരെ ഫൈറ്റ് ചെയ്തൊന്നും നമ്മൾ കണ്ടില്ല. കാരണം ഒരു നാൾ സത്യം പുറത്തു വരുമെന്നും ഡിവൈഎഫ്ഐ എന്താണെന്ന് ഇവിടുത്തെ സാധാരണ ആളുകൾക്ക് അറിയാമെന്നും ഒക്കെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ മുമ്പിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന ഈ യുവജന സംഘടന നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയായി മാറുകയാണെന്ന് പറയാതെ വയ്യ. മാത്രമല്ല, നമുക്കറിയാമല്ലോ ഡിവൈഎഫ്ഐ ഇതിനു മുമ്പൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന, ഇത്തരം ദുരന്തങ്ങൾ സംഭവിച്ച പലയിടങ്ങളും പ്രഖ്യാപിച്ചിരിക്കുന്ന എല്ലാം തന്നെ നടപ്പിലാക്കി കൊടുത്തിട്ടുള്ള ഒരു പ്രസ്ഥാനം കൂടിയാണ്. അല്ലാതെ കോൺഗ്രസ് ഒക്കെ 1001 വീട് പണിത് കൊടുക്കുമെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചതുപോലുള്ള ഒരു പ്രസ്ഥാനമൊന്നുമില്ല. കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി, ജനങ്ങളെ ബ്ലെയിം ചെയ്യുന്നതിന് വേണ്ടി, ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി ചില പൊള്ളയായ വാഗ്ദാനങ്ങൾ നടത്തുന്ന ഒരു പ്രസ്ഥാനമോ ഒരു പാർട്ടിയൊന്നുമല്ല ഇത്. വീണ്ടും വീണ്ടും കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സർക്കാരിന് കരുത്തായി ഒരു യുവജന ഒരു സംഘടന മാറുമ്പോൾ, ഒരു എന്താ പറയുക, ഒരു കരുത്തായി മാറുന്നത് കാണുമ്പോൾ സത്യത്തിൽ ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ അറിയപ്പെടേണ്ടതാണ്. ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടതാണ്. അത് ശരിക്കും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്നുകൂടി പറയാതെ വയ്യ. ഇതിനോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട് കേട്ടോ. കാരണം ഈ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്ന ചില സെൻറ്ററുകളിലെയൊക്കെ ദൃശ്യങ്ങൾ ഈ RSS പോലുള്ള, അതുപോലെ തന്നെ ചില ടീമുകളൊക്കെ എടുത്ത് പ്രചരിപ്പിച്ചുകൊണ്ട് സംഘപരിവാർ ചില ഹാൻഡിൽ ചെയ്യുന്ന പേജുകളിൽ ഇത് ഞങ്ങളുടെ ഓഫീസാണ്, ഇത് ഞങ്ങളുടെ ആളുകളാണെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു കാഴ്ച കൂടി കാണാനിടയായി. നിഖില വിമലിൻ്റെയൊക്കെ നമ്മുടെ തളിപ്പറമ്പിലെ ഡിവൈഎഫ്ഐയുടെ കളക്ഷൻ ഓഫീസിൽ നടത്തിയ ചില പ്രവർത്തനങ്ങളൊക്കെ വളച്ചൊടിച്ചുകൊണ്ട് ഞങ്ങളുടെ ഓഫീസിൽ നടന്ന സംഗതികളാണ്, പ്രവർത്തനങ്ങളാണ് എന്നൊക്കെ രീതിയിലൊക്കെ വരുത്തി തീർക്കാൻ ശ്രമം നടത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ മറ്റുള്ള ഈ യുവജന സംഘടനകൾക്കും അതുപോലെ തന്നെ ചില പാർട്ടികൾക്കുമൊക്കെ കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷേ പറയുന്നത് പ്രവർത്തിച്ചും പ്രവർത്തിക്കുന്നത് മാത്രം പറഞ്ഞുമൊക്കെ ശീലമുള്ള ഡിവൈഎഫ്ഐക്കും CPM-നുമൊക്കെ സ്വാഭാവികമായിട്ടും പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകാൻ അവർക്കറിയില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണല്ലോ നമുക്കറിയാം ഈ സർക്കാർ എങ്ങനെയാണ് വീണ്ടും അധികാരത്തിൽ വന്നത്. അതായത് പ്രകടന പത്രികയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും പ്രാവർത്തികമാക്കിയത് കൊണ്ടാണ്, എല്ലാ കാര്യങ്ങളും പറഞ്ഞതുപോലെ ചെയ്തതുകൊണ്ടാണ് ജനങ്ങൾ ഇത്തവണയും വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് എന്തായാലും നമ്മുടെ സർക്കാരിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നു. വളരെ നമുക്ക് കരുതലായി, നമുക്കൊരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്കൊക്കെ കാവലായി നമുക്കൊരു മുഖ്യമന്ത്രിയുണ്ട്, നല്ല തൻ്റെ ഇടമുള്ള, നല്ല നട്ടലുള്ള, നല്ല ചങ്ക് വിരിച്ച് നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയുണ്ട് എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അത് ചെറുതൊന്നുമല്ല. ഇങ്ങനൊരു മുഖ്യമന്ത്രി ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ കഴിയുന്നത്. കേന്ദ്രത്തെയൊക്കെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുത്തിക്കൊണ്ട് നമുക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് വേണ്ട സഹായങ്ങളൊക്കെ നമുക്ക് തട്ടിച്ചോദിക്കാൻ ഒരാളുള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്തരം ഘട്ടങ്ങളെയൊക്കെ പ്രതിരോധിക്കാനും അതിനെയൊക്കെ അതിജീവിക്കാനും കഴിയുന്നത് എന്ന് കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.